രാവിലെ ഒരു 8ൻ്റെ പണി കിട്ടിയൊരു ദിവസമാണ്. രാവിലെ തന്നെ വെള്ളം ഇല്ലായിരുന്നു, പൈപ്പിലൊന്നും. നമുക്ക് ലൈൻ കണക്ഷനിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ചേട്ടന് ഓഫീസിൽ പോകാൻ വേണ്ട ഡേ ആയിരുന്നു, കുഞ്ഞിന് സ്കൂളിൽ പോകണം. പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല, കുടിക്കാൻ മാത്രമുള്ള തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കാപ്പിയൊക്കെ ഉണ്ടാക്കി ചേട്ടൻ ഓഫീസിൽ പറഞ്ഞു വിട്ടു. പിന്നെ മോനെ അന്ന് സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് ചോറും മീൻ കറിയും കപ്പയും ഒക്കെ ഉണ്ടാക്കി. പിന്നെ ചീര രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അതൊരുമാതിരി ഈ പനി പിടിച്ച ചീര പോലെ ആയി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കഴുകി ഞാൻ തോരാൻ വെച്ചു. പിന്നെ അടുക്കള മൊത്തം കണ്ടില്ലേ, എന്തൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ അപ്പോഴത്തേക്കും വെള്ളം പിടിച്ച് വെച്ച വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ സോഴ്സ് വരുന്നത് എവിടെ നിന്ന് കണ്ടോ, അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പൈപ്പ് ലൈൻ കണക്ഷൻ ഇട്ടിട്ടാണ് എടുത്തത്. അവർക്ക് കിണറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നൈറ്റിയൊക്കെ ഇട്ട് രാവിലെ വട്ടായി നിൽക്കുന്ന ഒരു ടൈമാണ്. നമുക്ക് ഇപ്പം ഞാൻ ഓർക്കണം കേട്ടോ, ഞങ്ങളൊക്കെ എന്ത് ലക്കിയാണ്. ഒരു ദിവസം വെള്ളമില്ലാതെ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വേറെ എല്ലാ ഡേയും നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓരോരുത്തർക്ക് 5ഉം 6ഉം ദിവസമൊക്കെ വെള്ളം കിട്ടാതെയും കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അവർക്കൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അവരെയൊക്കെ സമ്മതിക്കണം, എന്ത് കഷ്ടപ്പാടാണല്ലേ. പിന്നെ പെട്ടെന്ന് ചേട്ടന് ഞാൻ ഓഫീസിൽ ചോറ് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വെച്ചിട്ട് തണ്ണിമത്ത ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത് കൊടുത്തുവിട്ട് അങ്ങനെ ചോറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും മണി 1:15 ചേട്ടൻ 1:30 അവിടെ എത്താൻ കണക്കാക്കി ചെല്ലാൻ പറഞ്ഞു. പിന്നെ മോനുള്ള ചോറ് കോരി ഇതിങ്ങനെ കിടക്കുന്ന തോരൻ മോന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ചോറ് കോരി ചേട്ടൻ്റെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ അവർ ചോറ് കൊടുത്തോളും. പിന്നെ നേരെ ബാഗും എടുത്ത് മോൻ്റെ ബാഗിൽ, ലഞ്ച് ബാഗിലാണ് ചേട്ടനുള്ള ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. നേരെ ചേട്ടന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ വരുന്നതിൻ്റെ വീഡിയോ എടുക്കണേന്ന്. അങ്ങനെ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തു, ചോറ് കൊണ്ട് കൊടുത്തു. നല്ല വെയിലായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോയിട്ട് ഞാൻ തല മാത്രം ഒന്ന് വാഷ് ചെയ്തു. കാരണം ഈ വെയിലും ചൂടും അടിച്ചാൽ പെട്ടെന്ന് തലവേദന എടുക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ചേട്ടനെ വിളിച്ചു കേട്ടോ. ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചു, ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടനും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.